എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയ ആമസോൺ ഷോപ്പിംഗ് ഹോളാണ്. അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് മേടിച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് സാധനങ്ങളാണ്. ഞാൻ കുറച്ച് എന്തായാലും നിങ്ങൾക്കും യൂസ്ഫുൾ ആകും, ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് റിമൂവർ ക്ലെൻസിങ് പാഡ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടു കാണും. കുറേ പേര് ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മേടിച്ചു വരണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ഇങ്ങനെ കോംബോ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു വൈറ്റ് കളറും ഒരു ബ്ലാക്ക് കളറുമായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അത് ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാനും ഫേസൊക്കെ ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് വെറ്റാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കാനും അങ്ങനത്തെ ഒക്കെ ആവശ്യത്തിന് നമുക്കിത് ഒരുപാട് യൂസ്ഫുൾ ആണ്. മെയിനായിട്ട് ഇത് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ബേബി ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒന്ന് നനച്ചിട്ട് അതിങ്ങനെ തുടച്ചെടുക്കും. നന്നായിട്ട് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തുടയ്ക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ഇങ്ങനെ സ്കിന്നിന് പ്രശ്നം വരുമോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ്. ഞാൻ മേടിച്ച ബ്രാൻഡ് എന്ന് പറയുന്നത് ഋതം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ എനിക്കും യൂസ് ചെയ്തിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് നനച്ചിട്ട് ഫസ്റ്റ് ആ ഒരു പാക്ക് ഒന്ന് നനച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഈ പാഡ് ഒന്ന് നനച്ചിട്ട് നമുക്കതിങ്ങനെ തുടച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ രണ്ടെണ്ണം കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മേടിക്കുകയാണെങ്കിൽ വർത്തായിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചപ്പോൾ 180 രൂപയായിരുന്നു കേട്ടോ. അപ്പം 180. നെക്സ്റ്റ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫേഷ്യൽ റേസർ. ഇത് കാർമസിയുടെ ഫേഷ്യൽ റേസറാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 3 എണ്ണമാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അതെ, ഇതുപോലെ 3 പാക്കായിട്ടാണ് കണ്ടോ, 3 റൈസേഴ്സാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് യൂസ് ചെയ്യുന്നതും ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായാലും അതുപോലെ തന്നെ ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തുടച്ച് ആ ഒരു വെള്ളം നനവൊക്കെ മാറ്റി ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നനവൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ബ്ലേഡിൽ ഇങ്ങനെ തുരുമ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെയാണ് വരിക. നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടച്ച് ഇങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിന് 194 രൂപയാണ് കേട്ടോ. നല്ലൊരു പ്രൈസാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഈ ഒരു ഫേസ് സ്ക്രബ്ബറാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കോണാണ്. നല്ല സോഫ്റ്റാണ്. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്താലും അങ്ങനെ ഭയങ്കര ഹാഷായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള സ്ക്രബാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഈ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ കുഞ്ഞു സാധനങ്ങളില്ലേ, അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങനെ സ്കിന്നിൽ ടച്ച് ചെയ്താലും നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഇങ്ങനെ കുത്തുന്ന പോലെ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഹാഷായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമൊന്നും അല്ല. ഭയങ്കര സോഫ്റ്റാണ്. നമ്മളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്കിതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഫേസ് വാഷ് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ നനച്ചിട്ട് ഫേസ് ഒന്ന് നനയ്ക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട്, ഇപ്പോൾ മേക്കപ്പ് ഒക്കെ നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റിമൂവർ ഉപയോഗിച്ചിട്ട് മാറ്റിയിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുമല്ലോ, ആ സമയത്ത് ഇത് ഉരച്ചിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് ആ മേക്കപ്പൊക്കെ പോയി പൊടിയും അഴുക്കും സ്കിന്നിലുള്ള എല്ലാം മാറിയിട്ട് സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആകാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഫേസ് വാഷിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഒരു ബ്രഷ് വെച്ച് നമുക്കങ്ങനെ മേടിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീനും ആവും.
അപ്പോൾ അതേ നമുക്കിതിങ്ങനെ വിരലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ എളുപ്പമാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ കിട്ടുന്നത്. അതെ, ഇങ്ങനെ രണ്ടെണ്ണമാണ് ഒറ്റ പാക്കായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 120 രൂപയാണ് കേട്ടോ അത് രണ്ടെണ്ണത്തിന്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ ബോഡിയൊക്കെ ഇങ്ങനെ അവർക്ക് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകാനും ഒക്കെ ഇത് യൂസ് ചെയ്യാന്ന് അവർ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു രീതിയിലുമൊക്കെ ഉപയോഗിക്കാം, നമുക്ക് ബോഡിയിലുമൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ചെറുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ആ ഓയിലിനെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഈ സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. അതിലൊക്കെ കുറേ മാറ്റം വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നല്ലൊരു മേക്കപ്പ് ബ്രഷ് സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ കണ്ണടച്ച് റെക്കമെൻഡ് ചെയ്യുന്ന മേക്കപ്പ് ബ്രഷ് സെറ്റാണ് ഇത് അർബൻ മാക്കിൻ്റെ ഈ ഒരു സെറ്റ്. ഇത് അടിപൊളി ബ്രഷ് സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കുറേ കാലം ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷ് സെറ്റാണ് കേട്ടോ. ഞാനിത് മേടിച്ചിട്ട് കുറേ തവണ വാഷ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ബ്രഷിൻ്റെ ഈ ഒരു നാര് പോലും ഇളകിയിട്ടില്ല. അത്രയും നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കുറേ നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മേക്കപ്പ് ബ്രഷ് സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് വാഷ് ചെയ്താലൊന്നും പെട്ടെന്നൊന്നും കേടാവുന്ന സാധനമല്ല. ഞാനതിപ്പോൾ എത്ര വട്ടം വാഷ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു 5-6 അത്രയൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ കൂടെ നമ്മളിപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാം, എന്തായാലും നമ്മൾ മേടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സാധനം മേടിക്കാം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്, നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ 4 ബ്രഷസാണ് വരുന്നത്. നമുക്കിങ്ങനെ പൗഡർ ഇടാം, എന്താ പറയുക, കോമ്പാക്റ്റ് ഇടാനും അതുപോലെ തന്നെ ഫൗണ്ടേഷന് വേണ്ടിയിട്ടും ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ടും സെറ്റിംഗ് പൗഡറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലും അവർ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിൽ കാര്യമില്ല. അതേ 4 ബ്രഷസാണ് വരുന്നത്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെയുള്ള 4 ബ്രഷസാണ് വരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം, വളരെ ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്, കണ്ണു അടച്ച് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 449 ആണ് ഇപ്പം ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഇപ്പം ഓഫറുണ്ട് ഇതിന്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പോഞ്ച് കൂടെ വരുന്നുണ്ട്, ഒരു ബ്യൂട്ടി ബ്ലെൻഡർ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ മെയിനായിട്ട് ഞാൻ ഈ ഒരു ബ്രഷിൻ്റെ കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്. നല്ല ബ്രഷാണ്. അപ്പം ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ബ്രഷ് സെറ്റ് മേടിച്ചോളൂ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്പ് എക്സ്ഫോളിയേറ്റിംഗ് ബ്രഷാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്ട് സിലിക്കോണാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലിപ്സ് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടിപ്പിൽ ഇതേലുണ്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഇങ്ങനെ എടുത്തിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരെണ്ണം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഇതിനിപ്പോൾ ലിപ്പ് സ്ക്രബ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ ലിപ്പ് സ്ക്രബ് ഇട്ടിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രമായിട്ട് വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ലിപ്സിലാണെങ്കിൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ലിപ്സിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലിപ്സിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ മാറാനും ലിപ്സ് നല്ല സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിന് മുന്നേട്ട് നമ്മുടെ ലിപ്സ് ഇങ്ങനെ കുറച്ച് ക്രാക്കി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ തൊലിയൊക്കെ ഇളകിയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലിപ് ബാം ഇട്ടിട്ട് ഇത് വെച്ചിട്ടൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് ലിപ്സ് തുടച്ചിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 199 രൂപയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ എന്തായാലും ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഈ ഒരു കാജലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാജലാണ്. ഞാൻ പല കാജലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് കുറച്ചുകൂടെ എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു കാജലാണ് ലാക്മേയുടെ ഈ ഒരു കാജൽ. അപ്പോൾ ഇത് എന്താ പറയുക, പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ പറഞ്ഞ നല്ല കറുകറുത്ത കാജൽ അത് തന്നെയാണ്. നമുക്ക് നല്ല ആ ഒരു കളറ്, ആ ഒരു ഐലൈനറിൻ്റെ ആ ഒരു എടുപ്പുണ്ടല്ലോ, ഇങ്ങനെ നല്ല ഡാർക്കായിട്ടുള്ള ആ ഒരു കളറ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് അതെനിക്ക് നല്ല ഇഷ്ടമാണ്. വേറെയും ഐലൈനേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതാണ് കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്.
ചില ഇപ്പം മേബിലിൻ്റെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് എഴുതുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റിക്കി പോലെ തോന്നാറുണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ അപ്പം തന്നെ അത് അങ്ങോട്ട് കട്ടിയായിട്ട് അങ്ങനെ പോകാറുണ്ട്. ഇത് കുറച്ചുകൂടെ നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്, സ്മജ് പ്രൂഫാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാജലാണ് ഈ ഒരു ലാക്മയുടെ ഈ ഒരു കാജൽ. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾ എൻ്റെ മിക്ക മേക്കപ്പ് വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, എൻ്റെ മോയ്സ്ചറൈസർ. അപ്പം ഞാൻ ഇതിന് ഒരു 4ാമത്തെ ബോട്ടിലാണെന്ന് തോന്നുന്നു ഈ ഒരു മോയ്സ്ചറൈസർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് അത്രയും യൂസ് ചെയ്തിട്ട് അത്രയും ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് UrbanBotanicsൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് സത്യം പറഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർക്കും ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കൊക്കെ ആണിത്. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിന് ഭയങ്കര നന്നായിട്ട് തോന്നി. അപ്പോൾ അത് കാരണം ഞാനിത് ഇപ്പോൾ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഇതാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇത് കുറച്ച് നല്ല അധികം ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്, നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. നല്ലൊരു പാക്കേജാണ് ഇത്, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും എത്ര നാളുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണിത്. അപ്പോൾ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു മോയ്സ്ചറൈസറൊക്കെ ചിലപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പോൾ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടൊക്കെ തോന്നത്തില്ലേ? പക്ഷേ ഇത് ഇടുമ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല. എന്നോട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നത്തില്ല. അപ്പം ഇങ്ങനെ ക്രീസി ആയിട്ട് ഇങ്ങനെ ഭയങ്കര എണ്ണമയം പോലെ അങ്ങനെയൊന്നുമില്ല. ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അങ്ങ് ചേർന്നിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് കുറേ നേരം, അതായത് നമ്മൾ ഇടുന്ന ആ ഒരു ഫുൾ ഡേ സ്കിന്നിനെ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു മോയ്സ്ചർ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ഇതൊന്നും പ്രൊമോഷൻ്റെ ഭാഗമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് ഇത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ, 279 രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിററാണ്. ഇത് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഒന്നാമതായിട്ട് ഞാൻ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടെ വെച്ചിട്ട് മേക്കപ്പൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി മിററാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്കൊന്ന് ഇതിൻ്റെ പ്രൈസ് എത്ര നോക്കട്ടെ, 1519 രൂപ. ഇച്ചിരി എക്സ്പെൻസീവാണ്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു മിററാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് നോർമലായിട്ട് കാണുന്ന പോലെ, മറു സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇങ്ങനെ സൂമിങ് ആയിട്ട് കാണുന്ന പോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 7 പ്രോഡക്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മേടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.